സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് തന്നെയാണ് ഇന്നത്തെ ആദ്യ വിഷയം. എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും നേരത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്നടക്കം മാറ്റിയിട്ടും സർക്കാരിന്റെ സ്നേഹവും കരുതലും അജിത് കുമാറിനോട് നിർബാധം ഇങ്ങനെ തുടരുകയാണ്. RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയം, അനധികൃത സ്വത്ത് സമ്പാദനം, അങ്ങനെ നിരവധി ആരോപണങ്ങളും അന്വേഷണവുമൊക്കെ അജിത് കുമാറിനെതിരെ ഉണ്ടെങ്കിലും MR അജിത് കുമാർ ഇനി DGP ആകാൻ പോവുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചിരിക്കുകയാണ്. 2025 ഇപ്പോഴത്തെ പോലീസ് മേധാവി ദർവേസ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്കായിരിക്കും അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ പോവുക. ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്ഥാനക്കയറ്റം നൽകി, അതിനെന്തിന് തിടുക്കം എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി P. രാജീവിന്റെ മറുപടി, സർക്കാരിന് ഒരു തിടുക്കവുമില്ല, കേന്ദ്ര സർവീസ് മാനദണ്ഡ പ്രകാരമാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനിച്ചത് എന്നതാണ്. അജിം സർ, എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ DGP ആകാൻ പോവുകയാണ് MR അജിത് കുമാർ. അപ്പോൾ നേരത്തെ എടുത്ത ആ ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടി പോലും ഈ പട്ടിക മുൻനിർത്തിയായിരുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അത് മാത്രമല്ല ദിവ്യ, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം DGP ആവുന്നു. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ആവുമോ എന്ന് ചോദിച്ചാൽ ഇനി ഇപ്പോഴത്തെ ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ DGP പട്ടികയിൽ 3 പേരുണ്ടാവും. ഇപ്പോഴത്തെ ജയിൽ മേധാവിയും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവിയും ബൽറാം കുമാർ ഉപാധ്യായും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സീനിയറാണ് മറ്റ് 2 പേർ. അവർ ഓൾറെഡി DGP ആണ്. ഇദ്ദേഹം ഇപ്പോൾ DGP ആകാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് മുമ്പറിയാം, ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്ഥാനത്തേക്ക് സീനിയോറിറ്റി മറികടന്ന് നിയമനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായപ്പോഴാണ് TP സെൻകുമാർ കേസിന് പോയി പിന്നെ കുറച്ച് നാൾ അദ്ദേഹം തിരികെ വന്ന് DGP ആയിരുന്നതൊക്കെ. അപ്പോൾ അതൊരു സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഒരു ഇച്ഛയ്ക്കനുസരിച്ചാണ് അത് നിയമനം നടക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു പ്രിവിലേജ് ആ സ്ഥാനത്തേക്ക് വരുന്ന കിട്ടും, അയാളുടെ ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണയുള്ള ആൾക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം, വളരെ ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന ഒരാളാണ് DGP MR അജിത് കുമാർ. ഒന്നാമത്തെ ആരോപണം, അദ്ദേഹം കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്ന ആ സ്വർണം കസ്റ്റംസ് പിടിക്കാതെ പുറത്തേക്ക് വിടുന്നു. ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ആ സ്വർണം പൊട്ടിക്കുന്നു, സ്വർണം പിടികൂടുന്നു. സ്വർണം പിടികൂടിയിട്ട് അതിൽ തൂക്കത്തിൽ കുറവ് കാണിച്ച് ബാക്കി അടിച്ചു മാറ്റുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഒരുതരം ഒഫീഷ്യൽ സ്വർണം പൊട്ടിക്കലിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കാളിയാവുന്നു എന്നുള്ളതാണ് ആരോപണം. ആരോപണം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട് PV അൻവർ, CPM സംസ്ഥാന സെക്രട്ടറിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ഈ ആരോപണം PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണം എങ്ങനെയാണെന്നോ അതിൽ FIR ഉണ്ടോ എന്ന് പൂർത്തിയാകുമെന്ന് നമുക്കറിയില്ല. നിലവിൽ അങ്ങനെ അന്വേഷണം നടക്കുകയാണ്. രണ്ടാമത്തെ ആരോപണം, RSS മേധാവി ദത്താത്രേയ ഹൊസബാലയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണമാണ്. അത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി നടന്ന ഒരു ആരോപണമാണ് എന്ന രാഷ്ട്രീയ ആരോപണം VD സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും, അതായത് പൂരം കലക്കലിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 2. മറ്റൊന്ന് അനധികൃത സ്വത്ത് സമ്പാദനമാണ്. അതിലൊരു വിജിലൻസ് അന്വേഷണമുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഒരു തെളിവായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത ഒരാൾക്ക് DGP ആയി പ്രൊമോഷൻ നൽകാനുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞു. ആ പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ആ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് ഇപ്പോൾ അതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇനി അത് UPSCക്ക് പോകും. UPSCയിൽ നിന്ന് ആ ലിസ്റ്റ് ക്രോഡീകരിച്ച് സംസ്ഥാന സർക്കാരിന് അയച്ച് അത് വെറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി അദ്ദേഹം DGP ആയി പ്രൊമോട്ട് ചെയ്യപ്പെടും. ഇവിടെയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട, നമ്മളൊരിക്കലും മറക്കാത്തൊരു കാര്യമുണ്ട്. ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് 2 മാസം മുമ്പ്, കഴിഞ്ഞ ഒക്ടോബറിൽ കേരള അസംബ്ലിയിൽ ഒരു ഡിബേറ്റ് നടന്നു, ഒരു അടിയന്തര പ്രമേയ ചർച്ച നടന്നിരുന്നു. അടിയന്തര പ്രമേയ ചർച്ചയിൽ ഈ ദത്താത്രേയ ഹൊസബാലയുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടുവോ എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷാംഗങ്ങളും ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ ചോദ്യത്തോട് മന്ത്രിമാരായ MP രാജേഷും P. രാജീവും കൊടുത്ത മറുപടി, പ്രതിപക്ഷ നേതാവിന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അങ്ങനെയൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന് തെളിയിക്കാമോ എന്നാണ്. ഇത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ട് കോൺഫിഡൻഷ്യലാണ്. അത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കാര്യമല്ല. അത് മുഖ്യമന്ത്രിക്ക് എല്ലാ ദിവസവും ലഭിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രിയാണ് അത് കാണുന്നത്. ഇങ്ങനൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന് തെളിയിക്കാമോ എന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് വെല്ലുവിളിച്ചതെന്ന് ചോദിച്ചാൽ, ഈ DGP പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് കമ്മിറ്റി, ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മുതൽ ഉദ്യോഗസ്ഥരാണുള്ളത്, ഹോം സെക്രട്ടറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ക്രീനിങ് കമ്മിറ്റി പരിശോധിക്കുന്ന ഒരേ ഒരു കാര്യം,
ഈ ഉദ്യോഗസ്ഥൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. അതായത് ആ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഇൻ്റലിജൻസ് വിഭാഗം സർക്കാരിന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇദ്ദേഹം കാണണമെന്നില്ല. ആരെക്കുറിച്ചാണോ സ്ക്രീനിങ് നടത്തുന്നത് അദ്ദേഹം കാണില്ല, പക്ഷേ സർക്കാരിന് ആ റിപ്പോർട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ ചോദിച്ച ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ നിർബന്ധമായും ഉൾപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടില്ല എന്ന് നിയമമന്ത്രിയും MP രാജേഷും പറയുമ്പോൾ, എക്സൈസ് മന്ത്രിയും പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ദത്താത്രേയ ഹൊസബാലയുമായുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച വെറും കൂടിക്കാഴ്ചയില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഔദ്യോഗിക വാഹനത്തിൽ പോയും ഒരു ഹോട്ടലിൽ തങ്ങുകയും പിന്നീട് ഒരു RSS പ്രചാരകൻ്റെ കാറിൽ കയറിയാണ് ദത്താത്രേയ ഹൊസബാലയെ കണ്ടത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയും ആ അദ്ദേഹം തങ്ങിയ ഹോട്ടലിലും ഇദ്ദേഹം സന്ദർശിച്ചു എന്ന് പറയുന്ന സ്കൂളിലുമൊക്കെ CCTV ക്യാമറകളുണ്ട്. ആ തെളിവുകളൊക്കെ ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് ശേഖരിക്കാവുന്നതേ ഉള്ളൂ. ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം അത് മാത്രമേ വ്യത്യസ്തമുള്ളൂ. അദ്ദേഹം ഇനി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ കണ്ടതാണോ, അതല്ല മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കണ്ടതാണോ എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. എന്തിനു വേണ്ടി കണ്ടു എന്നുള്ള തർക്കമുള്ളൂ. കണ്ടു എന്ന കാര്യത്തിന് തെളിവ് ശേഖരിക്കാൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു വിഷമവും ഇല്ല. കാരണം ഔദ്യോഗിക വാഹനത്തിലായിരുന്നു യാത്ര. എന്നിരിക്കെ ഇങ്ങനൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടോ എന്ന് VD സതീശനെയും പ്രതിപക്ഷത്തെയും ഈ രണ്ട് മന്ത്രിമാർ അന്ന് വെല്ലുവിളിച്ചത് ഈ വരാൻ പോകുന്ന DGP നിയമനത്തിന് വേണ്ടിയുള്ള പ്രൊമോഷൻ പ്രക്രിയയിൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നിർണായകമാകുമെന്ന് MR അജിത് കുമാറിനെ പോലെ തന്നെ ഈ രണ്ട് മന്ത്രിമാർക്കും അറിയാം എന്നതിനർത്ഥം അത്രമാത്രം MR അജിത് കുമാർ ഈ ഭരണകൂടത്തിന് പ്രിയങ്കരനാണ് എന്നാണ്. അതായത് വരാൻ പോകുന്ന ഒരു DGP പ്രൊമോഷനെ കുറിച്ചുള്ള ഒരു ചെറിയ സൂചന, ആ സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്. ഇങ്ങനൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ DGP പ്രൊമോഷന് വേണ്ടിയുള്ള ആനുവൽ കോൺഫറൻസ് റിപ്പോർട്ടിൽ ഈ ഇൻ്റലിജൻസ് വിവരങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. സ്ക്രീനിങ് കമ്മിറ്റി അത് പരിശോധിക്കണം. അങ്ങനെ ഒരു അത് ഇതിനെക്കുറിച്ച് മാത്രമല്ല, ഈ ദത്താത്രേയ ഹൊസബാലയെ കണ്ടതിനെക്കുറിച്ച് മാത്രമല്ല, ഈ പറയുന്ന കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ്, അതേക്കുറിച്ചും ഇൻ്റലിജൻസ് വിവരങ്ങൾ ഉണ്ടാവുമല്ലോ. ആ വിവരങ്ങൾ, അതുപോലെ ഈ അനധികൃത സ്വത്ത് സമ്പാദനം, ഇദ്ദേഹം എന്താണ് ഇന്ന ഫ്ലാറ്റ് വാങ്ങി ഇത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ഇൻ്റലിജൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരം വിവരങ്ങളൊന്നും ഇല്ലാതെയുള്ള ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് സ്ക്രീനിങ് കമ്മിറ്റി പരിശോധിച്ചതെങ്കിൽ അങ്ങനെ ആ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഇത്തരം ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടാവരുത് എന്ന് ഈ ഭരണകൂടം, സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ DGP നിയമന പ്രൊമോഷൻ പ്രക്രിയകൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെ ഉള്ളതാണ്. ഞാൻ ന്യായമായും സംശയിക്കുന്നത് ലോക്നാഥ് ബെഹ്റയെ എങ്ങനെയാണോ DGP ആയി സംസ്ഥാന പോലീസ് മേധാവിയായി വാഴിച്ചത്, സമാനമായ ഒരു പ്രിവിലേജ് MR അജിത് കുമാറിന് ലഭിക്കും. അദ്ദേഹത്തിന് മുകളിലുള്ള സീനിയർ ഉദ്യോഗസ്ഥരെ മറികടന്നുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി വരുന്ന, അതായത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി വരുന്ന ഒരു കാലം നമുക്ക് കാത്തിരിക്കാം. യെസ്, നിഷാദ്, ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും DGP ആകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അജിത് കുമാർ എന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിലും മറിച്ചെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീരെയില്ല അല്ലേ? അല്ല, അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എപ്പോഴാണ് അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്തിട്ടുള്ളത്? സർക്കാർ അജിത് കുമാറിനെതിരായിട്ട് എന്തോ സീരിയസ് ആയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനും LDF-നും CPIM-നും അജിത് കുമാറിനെതിരെ എന്തോ ഒരു പൊസിഷനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടില്ലായിരിക്കും എന്നേതെങ്കിലും നിഷ്കളങ്കർ കേരളത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കുമോ? ഈ വിവാദത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെ വരെ CPIM എന്ന് പറയുന്ന പാർട്ടിക്കോ LDF എന്ന് പറയുന്ന മുന്നണിക്കോ അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനോ അജിത് കുമാറിനോട് ഒരു പ്രശ്നവുമില്ല. ആ പ്രശ്നം എവിടെയെങ്കിലും അവർ രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ടോ? അജിത് കുമാർ RSS-നെ കണ്ട അജിത് കുമാറിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് CPM-ൻ്റെ അതിൽ നേതാക്കൾ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി ബിനോയ് വിശ്വം നിലവിളിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നല്ലോ എന്താ സംഭവിക്കുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു RSS-കാരെ കണ്ട ആളുകൾ ഞങ്ങളുടെ മുന്നണിയിൽ വേണ്ട, അല്ല ഞങ്ങളുടെ സർക്കാരിൻ്റെ കീഴിൽ വേണ്ട, ഞങ്ങൾ കർശനമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മാറ്റിയല്ലോ, ആ പദവിയിൽ നിന്ന് ഇങ്ങനെ ചെസ് ബോർഡിലെ കരു മാറ്റി വെക്കുന്ന പോലെ മാറ്റി വെച്ചു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതറിയാമോ? എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിതിനെ പറയുന്നതാണ്. മാറ്റിയത് ഞങ്ങളുടെ നയപരിപാടിക്ക് കുറുകെ നടക്കുന്ന ഒരാളെ ഞങ്ങൾ മാറ്റി എന്ന് ധൈര്യത്തോടെ ഒരു രാഷ്ട്രീയ വർത്തമാനം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാമല്ലോ, അത് നിങ്ങൾക്കും അറിയാമല്ലോ. ഇങ്ങനെ പറഞ്ഞതേ ഒഴിഞ്ഞുപോയി. കാരണം RSS-കാരെ കണ്ടവർക്ക് പ്രധാന പദവികളിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് രാഷ്ട്രീയം പറയാൻ CPM-ന് പറ്റണ്ടേ? CPM അത് പറഞ്ഞിട്ടില്ല. പിന്നെ ആ CPM ആണോ ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ തടയാൻ പോകുന്നത്? CPIM-ൻ്റെ PB അംഗവും ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഈ RSS-കാരെ കണ്ടത്, പൂരം കലക്കിയതിന് നടുവിൽ ഇദ്ദേഹം സംശയാസ്പദമായി നിൽക്കുന്നത് പിണറായി വിജയന് ഗൗരവപ്പെട്ട ഒരു സംഗതിയായിട്ട് തോന്നുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്ന എവിടെയെങ്കിലും കണ്ടോ? ഈ അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം കനപ്പെട്ട ഒരു വാക്ക് പറയുന്നത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ആരെക്കുറിച്ചെല്ലാം കടുത്ത വാചകങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്.
ഈ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നവർ, അവരൊന്നും ഒരു പദവിയിലും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞു? പറഞ്ഞിട്ടേ ഇല്ല. ഈ സംഭവത്തിൽ തുടക്കത്തിൽ അകത്ത് നിൽക്കുന്ന അൻവറിനെ തീവ്രവാദികളുടെ കള്ളക്കടത്തുകാരുടെ ആളായി ചാപ്പ കുത്താനാണ് അദ്ദേഹം ആദ്യം ആവേശം കാണിച്ചത്. അങ്ങനെ അൻവറിനെ അദ്ദേഹം പുകച്ച് പുറത്തേ അടിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ADGPയെ ഉയർത്തിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത്. നോക്കൂ, CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഭരിക്കുമ്പോൾ RSSൻ്റെ ബന്ധുവായ ഒരു ഉദ്യോഗസ്ഥൻ സർവ്വഥാ സ്വീകരിക്കപ്പെടുന്നു, നിരന്തരമായി ആദരിക്കപ്പെടുന്നു, റിവാർഡ് ചെയ്യപ്പെടുന്നതാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ മുൻ DGP എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ മുൻ DGP ആകുമ്പോഴാണ് സെൻകുമാർ കേസിന് പോകുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കൊച്ചി മെട്രോയുടെ തലപ്പത്തിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തിട്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ സെൻകുമാറും സംഘ് കക്ഷിയാണ്, ബെഹ്റയുമാണ് എന്ന ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻകുമാറിനെ ഇരുത്തിയാൽ പോരാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, സെൻകുമാറിനെ പോലെ ഒരു വാട്സാപ്പ് സംഖ്യയല്ല ആര്, ബെഹ്റയ്ക്ക് കേന്ദ്ര നേതൃത്വത്തിലും അവിടെ ഇരിക്കുന്ന അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായിട്ട് മെച്ചപ്പെട്ട ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ഏതെങ്കിലും ഒരു 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 വാട്സാപ്പ് സംഘപരിവാറുകാരനെ അല്ല പിണറായി വിജയൻ ആവശ്യമെന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിച്ചുകൂടെ? അതുകൊണ്ട് അത്രമാത്രം ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ചരിത്രവും നമുക്ക് എല്ലാവർക്കും അറിയാം. ബെഹ്റയുടെ ഏതൊക്കെ കേസുകൾ വഴിയാണ് അദ്ദേഹം കുപ്രസിദ്ധനായത് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ പദവിയിലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ കൂടുകയാണ്. അതിനുശേഷം വരുന്നത് ആരാണ്? എന്താണ്, മുസ്ലിങ്ങളുടെ ഡെഡ് ബോഡീസ് എനിക്ക് കണ്ണിൽ കാണണമെന്ന് വയർലെസ് സെറ്റിലൂടെ വിളിച്ചു പറഞ്ഞ ഒരാൾ ആഭ്യന്തര ഉപദേഷ്ടാവുകയാണ്. വിമർശനങ്ങൾക്ക് മീതെ കൂടെ പിണറായി വിജയൻ അദ്ദേഹത്തെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നോക്കൂ സംഭവിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഇപ്പോഴത്തെ ഇനി പോലീസ് ചീഫ് ആവാൻ സാധ്യതയുള്ള ഒരാളായിട്ട് ഇദ്ദേഹം ഉയർന്നു വരികയാണ്. ഇദ്ദേഹം ആരാണ്? ദത്താത്രേയ ഹൊസബല്ലെ നേരിൽ പോയി കാണുന്ന ആൾ, RSS നിയോഗിച്ച BJP ജനറൽ സെക്രട്ടറി നേരിൽ പോയി കണ്ട് സംസാരിക്കുന്ന ആൾ, അവരുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കുന്ന, സംസ്ഥാനത്തെ RSSുമായി മെച്ചപ്പെട്ട ബന്ധം. ഇനിയിപ്പോൾ ദത്താത്രേയ ഹൊസബല്ലെ പോയി കണ്ടു, 3 മിനിറ്റേ സംസാരിച്ചുള്ളൂ. സംസ്ഥാനത്തെ RSSൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടാണ് ആരുടെ ബന്ധം? ഈ പറഞ്ഞ ADGPയുടെ ബന്ധം, ഇപ്പോൾ DGP ആകാൻ പോകുന്ന ആളുടെ ബന്ധം. എന്നിട്ട് അവരുമായി വിളിച്ച് സംസാരിച്ച് അവർ ഇദ്ദേഹത്തെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രധാനപ്പെട്ട നേതാക്കളെ കാണിക്കുകയാണ്. നമ്മളാരെങ്കിലും RSSകാർ വിളിക്കാറുണ്ടോ? വരൂ, ദത്താത്രേയ ഹൊസബല്ലെ വന്നിട്ടുണ്ട്, കാണാമെന്ന്? ഇല്ലല്ലോ. വേറെ ആരെയും വിളിക്കുന്നില്ല. വിളിക്കുന്നത് അജിത് കുമാറിനെ വിളിക്കുകയാണ്. നോക്കൂ, പോലീസ് സർവീസിനകത്ത് മറ്റേ DGPമാരുണ്ടല്ലോ, അവരെ വിളിക്കുന്നുണ്ടോ? ഇല്ല. അജിത് കുമാറിനെ വിളിക്കും പ്രധാനപ്പെട്ട RSSകാർ വരുമ്പോൾ. അജിത് സാർ വരൂ, ആളുകൾ വന്നിട്ടുണ്ട്, കാണാം. ഈ നിലയ്ക്കുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു CPMനെ പോലൊരു പാർട്ടിക്ക് രാഷ്ട്രീയമായി ഉൾക്കൊള്ളാൻ പറ്റുക? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള സ്വാഭാവികമായ സംശയം ആളുകൾ ഉയർത്തും. ആ ചോദ്യത്തിന് മറുപടി പറയാതെയാണ് CPM പോകുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പൂർത്തിയാക്കുമ്പോൾ അതിൽ ഇപ്പോഴത്തെ DGP എഴുതി വെച്ചിരിക്കുന്നു, ഇദ്ദേഹം RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തെങ്കിലും ദുരുദ്ദേശത്തിനാണെന്ന് പറയാനോ അല്ലെന്ന് പറയാനോ തെളിവുകളില്ല. ആണെന്ന് പറയാൻ തെളിവില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ അന്വേഷണം അതിൻ്റെ പരിമിത സാഹചര്യമുള്ള നമുക്കറിയാമല്ലോ. അന്വേഷണം എവിടെ പോകാനാണ്? അജിത് കുമാറിനെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ കണ്ടതാണെന്ന് പറയും. ഹൊസബല്ലയെ വിളിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിന് അല്ല ഒരു അന്വേഷണ ഏജൻസിക്ക് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്താൻ പരിമിതമായ സാഹചര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ എന്നതിൽ തെളിവില്ല. എന്നാൽ ഇദ്ദേഹം നിരപരാധിയാണ്, കുറ്റവിമുക്തനാണ് എന്ന് പറയാനും തെളിവുകളില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കയറിപ്പൊക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അയാളെ ഒരു പദവിയിൽ നിന്ന് വേറൊരു പദവിയിലേക്ക് മാറ്റുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയാൽ അത് റിട്ടേൺ നോട്ടായിപ്പോയി. പിന്നെ അയാളുടെ പ്രൊമോഷനെ അത് ബാധിക്കും. അപ്പോൾ ഇയാൾ പരമാധികാരത്തിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിക്കൂടാ. അതിന് CPIMൻ്റെ താഴെത്തട്ടിലെ സഖാക്കൾ ബഹളം വെച്ചാലും വേണ്ടില്ല, PV അൻവർ ബഹളം വെച്ചാലും കേട്ടില്ല, മതനിരപേക്ഷ കേരളത്തെക്കുറിച്ച് ആവലാതിയുള്ള മനുഷ്യർ മുഴുവൻ ബഹളം വെച്ചാലും ഞങ്ങളുടെ കച്ചവടമായി നടക്കൂ എന്നാണ് ഈ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പദവിയിലേക്ക് വരും. സംസ്ഥാനത്തെ പോലീസ് ചീഫാക്കി അദ്ദേഹം റിവാർഡ് ചെയ്യപ്പെടും. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കൂടുതൽ RSS നേതാക്കളെ കാണുകയോ കാണാതിരിക്കുകയോ RSS പദ്ധതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാതിരുന്നാൽ ഉപകാരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു പക്ഷേ കേൾക്കാൻ പോകുന്നത് മറ്റേ ശിവശങ്കർ കഴിഞ്ഞ 40 സമയം മുമ്പ് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, നിരപരാധിയായ ശിവശങ്കരൻ വേട്ടയാടപ്പെട്ടതെങ്ങനെ എന്ന പേരിലുള്ള സിദ്ധാന്തങ്ങളും ലേഖനങ്ങളും ഫേസ്ബുക്കിൽ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ നിരപരാധിയായ പാവപ്പെട്ട ഒരു അജിത് കുമാർ
കേരള ചരിത്രത്തിൽ വേട്ടയാടപ്പെട്ടത് എന്നുള്ള ഫേസ്ബുക്ക് സാഹിത്യങ്ങൾ ഇനി ഒരുപക്ഷെ ചില പ്രത്യേക കോർണറിൽ നിന്ന് വരികയായിരിക്കും. അതുകൂടി വായിക്കാനായിരിക്കും നമ്മുടെ വിധി. യെസ്, മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് എന്നാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞില്ല, തൃശൂർ പൂരത്തിനിടെ സംശയാസ്പദമായ ഇടപെടലുകൾ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അനധികൃത സ്വത്ത് സമ്പാദനം നടക്കുന്നു, സ്വർണ്ണക്കടത്ത് മാഫിയുമായി അജിത് കുമാറിന് ബന്ധം, അങ്ങനെ എത്രയെത്ര ആരോപണങ്ങൾ. പക്ഷേ ആ ആരോപണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് MR അജിത് കുമാർ ഇതാ DGP ആകാൻ പോവുകയാണ്. ഇനി അധികം വൈകാതെ തന്നെ സംസ്ഥാന പോലീസ് സേനയുടെ തലപ്പത്ത് അജിത് കുമാർ എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല.